പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുത്തള് അല്ലെങ്കിൽ കൊടവൻ വേറെ പേരുണ്ട്, അതുകൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. മുത്തൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഇതുപോലെ വേറൊരു സാധനമില്ല, ആയുർവേദം പറയുന്നതാണ്. ബ്രഹ്മിക്ക് തുല്യമാണെന്ന് പറയുന്നത്. കരബ്രഹ്മി എന്നാണ് ഈ മുത്തലിന് പലരും പറയുന്നത്. അത്രയും ഗുണമുള്ളൊരു ഇലയാണ്. അപ്പൊ മുത്തള് കണ്ടില്ലേ? മുത്തള് വലിയ ലൈറ്റ് വരും, താമരത്തണ്ട് പോലെ കണ്ട. അതെ, താമര ഇല വേറെ രൂപന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു ഒരു ഇതാണ് മുത്തള്. ഇതിന്റെ ഇല ഡെയിലി ഓരോ ഇല വെച്ച് കഴിക്കാച്ചിങ്ങ അത്രയും കഴിച്ചാൽ മതി. കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കണം, ബുദ്ധിശക്തി വർദ്ധിക്കാൻ വേണ്ടിട്ട്. ബ്രഹ്മി, ഇത് കരബ്രഹ്മി എന്ന് പറയുന്നേ. ബ്രഹ്മി ആദ്യം പാടത്തിലുണ്ടാവുക. അപ്പൊ ഓരോ ഇല സാധിക്കുന്നവർക്ക് ഓരോ ഇല കഴിക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട മുത്തലിന്റെ ഇല, തണ്ട് കുഴപ്പമില്ലത്, തണ്ട് കളയാം. മുത്തലിന്റെ ഇല, കുറച്ച് നാളികേരം, 2 പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ നമുക്ക് ചെറുനാരങ്ങ പീസ്. ചെറുനാരങ്ങ പീസ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കില്ല. ചിലര് കുടമ്പുളി ഉപയോഗിക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ. ചെറുനാരങ്ങ നമ്മൾ മിക്ക ഐറ്റംസിലും പുളിക്ക് ചെറുനാരനീര് അല്ലെങ്കിൽ തക്കാളി അല്ലെങ്കിൽ മാങ്ങ, ഈ 3 ഐറ്റമാണ് ഉപയോഗിക്കുന്നത്. നെല്ലിക്ക ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം അടിച്ചതിന് ശേഷം ഒരു 2-3 തുള്ളി ചെറുനാരങ്ങ നീര് ആ മിക്സിയിൽ ഒറ്റിച്ച് വീണ്ടും നമ്മൾ അടിച്ചത് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പൊ അതിന്റെ തണ്ട് ശരിക്കും താമരത്തണ്ട് പോലെ ഇത് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ശരിക്കും ഒന്നും സംഭവിക്കില്ല. എല്ലാ വെള്ളത്തിൽ മുട്ടാൻ പാടില്ല, ഈ തണ്ട് മാത്രം വെള്ളത്തിൽ മുട്ടിട്ട് വെച്ചാൽ. നമ്മള് ഇതിന്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു, അതില് ചമ്മന്തി മാത്രം കാണിച്ചിട്ടുള്ളൂ, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണിച്ചില്ല. അത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് ഞങ്ങളൊരു ഷോർട്സിൽ താമരത്തണ്ട് പോലെ ഒരു ചെറിയൊരു മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിന്റെ മീതെ ഇതിന്റെ ഇല പൊങ്ങിക്കുക, ഇതിന്റെ തണ്ട് വെള്ളത്തിൽ, അങ്ങനെ അത് 3-4 ദിവസം ഏകദേശം ഇരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മൾ പറയണല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് അപ്പം നിങ്ങൾക്കറിയാം. ഒരു പിടി മുത്തല് ഒരു പിടി, അതുപോലെ ഒരു പിടി നാളികേരം. ഈ മുളക് എരിവ് ഉണ്ടാവും, കാന്താരി അല്ലേ. നമ്മളിത് മുളക് എരിവുള്ള കാരണം ഒരു മുളക് ഇട്ടുള്ളൂ. സാധാരണ നമ്മൾ അങ്ങാടി മുളക് തന്നെ നീളത്തിൽ മുളക്, മറ്റു മുളകുകളൊക്കെ വെച്ചെങ്കിൽ നമുക്ക് 2-3 ഇടാം. അത് പിന്നെ ഇഞ്ചിയുടെ ഒരു കഷ്ണം അത് ഇട്ടിട്ട് നമ്മൾ ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പിട്ടു. ഇനി നമ്മൾ ഇത് നമ്മൾ ചെറിയ വീഡിയോസ് ആണ്, എന്നാൽ നമുക്ക് വളരെ ഔഷധ ഗുണമുള്ള ഐറ്റം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കറക്കാൻ പോകുന്നത്. ഒന്നുകൂടി ലെവലാവാണ്ട് കുഴപ്പമില്ല, കാരണം മുത്തളല്ലേ. അപ്പോ സ്വല്പം വെള്ളം കുറവാന്ന് പറയുന്നത് ഷിജി. അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2-4 തുള്ളി ചെറുനാരനീര് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് അടിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും. അപ്പൊ നമ്മുടെ ചമ്മന്തി ഓക്കെ, കണ്ടില്ലേ, നോക്കിയേ. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും മുത്തള് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. കാരണം മുത്തള് നമുക്ക് ഈ പാടത്തിന്റെ സൈഡിൽ നിന്നും വീട്ടിലുള്ള തന്നെ പലരും ഇപ്പോൾ ഇത് മുത്തള് ഒരു കട കൊടുന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നിൽക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മുത്തള് നമ്മുടെ വീട്ടിലൊരു കട വേണ്ട, അത്യാവശ്യം. അതുപോലെ നമ്മള് തുളസിയുടെ ഒരു ഇല കഴിക്കണ പോലെ മുത്തലിന്റെ ഒരു ഇല ഡെയിലി കഴിക്കാൻ പറ്റാവുന്നവർക്ക് കഴിക്കാം. അത്രയും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഓരോ കൊടുക്കാം. പച്ചക്കിങ്ങനെ കഴിക്കാം, അതിനൊരു
സ്വാദായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, അത് പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഗുണങ്ങളെല്ലാം മിക്ക ആൾക്കാർക്ക് അറിയാം. ഇത് ടേസ്റ്റ് ഞാൻ ചെയ്തുതരാം. ഇതിൽ സ്വല്പം ഉപ്പ് കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല നമുക്കിങ്ങനെ കാണും, കാരണം ഇതിന് മിക്സിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതിൻ്റെ പേര് അല്ല ഫുള്ള് അടിഞ്ഞിട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ മിക്സി പ്രശ്നമായതുകൊണ്ട് മുത്തിൻ്റെ ഇല നമുക്ക് കാണാൻ പറ്റും. ഫൈനായിട്ട് അയക്കണ്ട, അങ്ങനെ കരുതൽ കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാം. നമ്മളറിയാത്ത കാലം കുറച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Please subscribe our channel and like, comment, share and enable the bell button.